എന്ന് ഞാൻ ദൈവം ഇത്ര അത്ഭുതങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ നമുക്ക് ആർക്കും വർണ്ണിക്കാൻ പറ്റില്ല, എന്താ നമുക്കറിയാൻ പറ്റില്ല. എല്ലാം നന്മയ്ക്കായിട്ട് യാതൊരിക്കുന്നതിന് ഭാഗ്യം ഞാൻ എപ്പോഴും മക്കളോടും പറയും, ചാച്ചയോടും പറയാറുണ്ട്. എന്തെങ്കിലും വന്ന് പറയുമ്പോൾ ഇന്നലെ സോണി അതൊക്കെ വിളിച്ചാൽ ഞാൻ നേടി എല്ലാം നന്മയ്ക്കായിട്ട്. നമ്മളെല്ലാം സാരമില്ല, നമുക്ക് ക്ഷമിക്കണം. നമുക്ക് കാശ് വരുമ്പോഴും ചെയ്യും, കൂടപ്പിറപ്പങ്ങളൊന്നും കിട്ടാൻ പറ്റിയല്ലോ. അതുകൊണ്ട് നമുക്ക് സാരമില്ല. അല്ല ദൈവം ഇത്ര അത്ഭുതം പ്രവർത്തിച്ച ആ വിധങ്ങളെ ഓർത്ത് എനിക്ക്. എൻ്റെ മോള് ഇപ്പം 6 പേരുണ്ടെങ്കിൽ എനിക്ക് 6 പേരും ഒരുപോലെ എന്നും പറയും. പിന്നെ ഇവരങ്ങനെ തന്നെ അതൊന്നും പറഞ്ഞു. ഞാൻ എല്ലാവരും ഒരുപോലെ പരിചയക്കാം. അപ്പോൾ കുഞ്ഞാവയുണ്ട്, സോണിയുണ്ട്, അവർ 2 പേരും അകലെയുള്ളൂ. ഇവർ 4 പേരും ബാക്കി അടുത്തുണ്ടല്ലോ. എനിക്ക് ആരോടും പ്രത്യേകിച്ച് വിരോധമില്ല, വിശേഷമില്ല, ഒന്നുമില്ല. എല്ലാവരും ഞാൻ ഒരുപോലെ കാണുന്നു. ദൈവം അത്ഭുതകരമായിടത്തോളം ഈ ചാച്ചായികൾ സുഖമില്ലാതായി എങ്കിലും എനിക്ക് ചാച്ചായി പലപ്പോഴും വീട്ടിലായിരിക്കുമ്പോൾ അതിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ ചാച്ചായി സുഖമില്ലാതായിരുന്നതിൽ അന്നത്തെ ദിവസം ഞാൻ എനിക്കറിയത്തില്ല. അതുപോലെ ദൈവം അത്ഭുതകരമായി ഇത്രയും നടക്കാനുള്ള ദൈവം അനുഗ്രഹിക്കുകയും ആയുസ് ആരോഗ്യം നല്ല ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ മക്കളെല്ലാവരും ദൈവസന്നിധി സമർപ്പിച്ച് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അല്ല ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്തോത്രം. ചിരിച്ചോട്ടെ എത്ര കറിഞ്ഞല്ലേ മതിയേ, ചിരിച്ചില്ലേ? ചാച്ചായി എന്തിനാ കറിയണേ? ചാച്ചായി കറിഞ്ഞില്ലെന്നോ? ചാച്ചായി കറിഞ്ഞത് ഞാൻ കണ്ടല്ലോ, അതുകൊണ്ട് കരണ്ട കാര്യമില്ല. അപ്പം കരഞ്ഞ് ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിന്, ദേവവന്ദനം ചെയ്യും തിരുനാമത്തിന്. എന്നോടുള്ള നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. സ്തോത്രം. സന്ധ്യത്തെ ഞാൻ വയ്ക്കോളാം. ചാച്ച എന്നൊക്കെ പച്ച പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിൽ താഴ്വൽപ്പെടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഈ വായിച്ച ദൈവഭാഗത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയും യഹോവ കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്കൊരു കുറവിനും മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ശരീരം മനസ്സും പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ കർത്താവ് ഒരു കുറവും വരുത്താൻ നമ്മെ നന്മയാൽ നിറയ്ക്കും. ഈ വചനത്തിൻ്റെ ഇതിൽ എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ വന്ദനം. അമ്മേ. ചാച്ചായി അടുത്ത എന്താണെന്ന് പറഞ്ഞു. സ്തോത്രം. ഫോട്ടോ എടുക്കുക. യെശയ്യാപ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവൻ്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. അന്ന് യെരൂശലേമിലും യെഹൂദ്യദേശക്കാരൊക്കെയും യോർദാൻ്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം ചെയ്തു. തൻ്റെ സ്നാനത്തിനായി പരീക്ഷയ്ക്കും സൗകര്യത്തിലും പലർ വരുന്നത് കൊണ്ടാണ് അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിച്ചും അബ്രഹാം നമുക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന്